യു ഡി എഫിന് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ വിഴുങ്ങണം. പ്രതിപക്ഷത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോൾ നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ബി ജെ പി ആയിട്ടുള്ളൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി, ബി ജെ പി ആയിട്ട് ഒരു മുന്നണി ഉണ്ടാക്കുന്നതിന് വേണ്ടി പറ്റിയ സന്ദർഭമാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും അതുപോലെ PM ശ്രീയും അതുപോലെ ലേബർ കോഡും ഒക്കെ തന്നെ നടപ്പിലാക്കുന്നത്. അവർ ചിന്തിക്കുകയാണ്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് UDFിൻ്റെ തീരുമാനം. ഇപ്പോൾ നമുക്കൊപ്പം പ്രതികരിക്കാൻ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി ശിവൻകുട്ടി ചേരുകയാണ്. PM ശ്രീ പദ്ധതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോകാനാണ് UDFിൻ്റെ തീരുമാനം എടുത്തിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയെ എന്ത് വില കൊടുത്തും എതിർക്കുമെന്നും PM ശ്രീ പദ്ധതി അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ച ആൾക്കാരാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും UDFിൻ്റെ നേതാക്കന്മാരും. PM ശ്രീ ഒപ്പുവെച്ച സാഹചര്യവും PM ശ്രീയുടെ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സാഹചര്യവും അതിനുശേഷം അത് ക്യാപ്റ്റൻ അബൈൻസിൽ വയ്ക്കുന്നതിന് വേണ്ടി ക്യാബിനറ്റ് തീരുമാനിച്ച സാഹചര്യവും അതെല്ലാം പഴയ കഥകളാണ്. അതൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് നടന്ന സംഭവങ്ങൾ നോക്കാം. 2 ദിവസം മുമ്പ് രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ കോൺഗ്രസിൻ്റെ ഒരു പാർലമെൻറ്റ് മെമ്പർ തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ PM ശ്രീയുടെ സ്ഥിതി എന്താണെന്ന് സംബന്ധിച്ചിടത്തോളം. അതിന് മറുപടി പറഞ്ഞത്, PM ശ്രീ കേരളം ഒപ്പുവെച്ചിട്ടുണ്ടോ? 0. ഇല്ല. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഫണ്ട് കേരളം വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. PM ശ്രീ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടിയാണ് കേരളം സ്വീകരിച്ചത്? ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സുപ്രീം കോടതി ഇതിനെ സംബന്ധിച്ചുള്ളൊരു കേസുണ്ടായിരുന്നു. ആ കേസിൽ കേന്ദ്ര ഗവൺമെൻറ് PM ശ്രീ പദ്ധതിയുമായിട്ട് യാതൊരു ധാരണയും കേരള ഗവൺമെൻറ്റുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് PM ശ്രീയിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. ഒപ്പുവെച്ച് പിൻവലിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ പാർലമെൻറ്റിൽ അവരുടെ തന്നെ കോൺഗ്രസിൻ്റെ തന്നെ പ്രതിനിധി കൊടുത്ത ചോദ്യത്തിന് മറുപടിയാണല്ലോ വന്നിരിക്കുന്നത്. UDFിന് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ വിഴുങ്ങണം. പ്രതിപക്ഷത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോൾ നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ബി ജെ പി ആയിട്ടുള്ളൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി, ബി ജെ പി ആയിട്ടൊരു മുന്നണി ഉണ്ടാക്കുന്നതിന് വേണ്ടി പറ്റിയ സന്ദർഭമാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും അതുപോലെ PM ശ്രീയും അതുപോലെ ലേബർ കോഡും ഒക്കെ തന്നെ നടപ്പിലാക്കുന്നത്. അവർ ചിന്തിക്കുകയാണ്. ഇന്ത്യയിൽ ഈ ലേബർ കോഡിനെതിരായിട്ടും NEPക്കെതിരായിട്ടും PM ശ്രീക്കെതിരായിട്ടും ഒരു ഉറച്ച നിലപാടെടുത്തിട്ടുള്ള, മതേതരത്വ നിലപാടെടുത്തിട്ടുള്ള ഒരു സംസ്ഥാനം, ജനാധിപത്യ നിലപാടെടുത്തിട്ടുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിൻ്റെ മുഴുവൻ മഹിമയും ഇല്ലാതാക്കുന്ന നിലയിലുള്ള തീരുമാനമാണ് UDF ഇപ്പോൾ എടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇതിനെ സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായം വ്യക്തമാക്കണം. അവരും ഈ BJPയുടെ നയത്തോട് ചേർന്നോ എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇത് പദ്ധതി ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് പോലും അവർ പറയുന്നില്ല നിങ്ങൾ പദ്ധതി നടപ്പിലാക്കണം എന്ന് അവർ പറയുന്നില്ല. എന്ന് മാത്രമല്ല, ഇനി 6 മാസത്തെ കാലാവധിയാണുള്ളത്. 6 മാസത്തെ കാലാവധി വെച്ചാൽ ഒരു ലക്ഷം രൂപ മറ്റോ കിട്ടും. അല്ല, കിട്ടുന്ന കാശിൻ്റെ 60% കേന്ദ്ര ഗവൺമെൻറ്റും തരുന്ന കാശിൻ്റെ 40% സംസ്ഥാന ഗവൺമെൻറ്റുമാണ് അതിൻ്റെ പ്രോജക്റ്റ് എസ്റ്റിമേറ്റിൻ്റെ കാശായിട്ട് തരുന്നത്. അത് ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വളരെ മുന്നേറിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ രംഗം, ആ പൊതുവിദ്യാഭ്യാസ രംഗത്തോട് ഓടിയാൽ എത്തില്ല മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. ഒറ്റ സ്കൂൾ പോലും അടച്ചുകൂടാത്ത ഇന്ത്യയിലെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുവിദ്യാഭ്യാസ രംഗത്തെ നമുക്ക് നമ്പർ 1 എന്നുള്ള ഒരു നമ്മളെല്ലാവരും കൂടെ, LDFും UDFും എല്ലാവരും കൂടെ നടത്തിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് വന്നിട്ടുള്ള ആ മഹത്വം അത് ഇല്ലായ്മ ചെയ്തതിന് വേണ്ടിയാണ് UDF പരിശ്രമിക്കുന്നത്. അത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഇത്രയും വിവാദമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. അവർ പറയുന്നത് ഇടതുപക്ഷം ഒപ്പിട്ടൊരു പദ്ധതിയാണ്, അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. എന്തിനാണ് നിങ്ങൾ വീണ്ടും ഒപ്പിട്ടെന്ന് പറയുന്നത്? ഒപ്പിട്ടതിന് ശേഷമൊക്കെ അല്ലേ കേന്ദ്രമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത്? അത് വിശ്വസിച്ചൂടെ? കേന്ദ്രമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞാലേ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുള്ളൂ. വീണ്ടും ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെയെങ്കിൽ അവർ പറയണല്ലോ, ഒപ്പിട്ടു, പദ്ധതിയിൽ ഒപ്പിട്ടു, അവ നടപ്പിലാക്കിയില്ലെങ്കിൽ കേന്ദ്രം നടപടിയെടുക്കാൻ വേണ്ടി പോവുകയാണ് കേരളത്തിനെതിരായിട്ട്. അങ്ങനെയല്ലേ പാർലമെൻറ്റ് പറയേണ്ടത്? അവരതൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ഇടതുമുന്നണിയുടെ മുകളിൽ വെച്ചിട്ട് പഴിചാരിക്കൊണ്ട് ഇത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ UDF തീരുമാനിച്ച് നടപ്പിലാക്കുന്നത്. UDF അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ ഇതുപോലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും, അവരെന്ന് എതിർത്ത പ്രശ്നങ്ങൾ മുഴുവൻ
അവരിപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല അവർക്ക്. അതെല്ലാം കൊണ്ട് യു ടേൺ അടിച്ച് കൊണ്ട് LDFിൻ്റെ തലയെ കൊണ്ട് വെച്ച ശേഷം അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇപ്പോഴേ തന്നെ സംതൃപ്തരായ ജനങ്ങൾ എന്താണ് പിന്നെ UDF എന്നും ഒന്നുകൂടെ അവർക്ക് മനസ്സിലായി. BJP എന്താണെന്നും ജനങ്ങൾക്ക് മനസ്സിലായി. പറ്റിയ അബദ്ധം അവർക്ക് ഇനിപ്പെട്ട് എത്രയും പെട്ടെന്ന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ പറ്റിയ അബദ്ധം അവർ തിരുത്തുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ പറയുന്ന മറ്റൊരു കാര്യം, ഈ കരിക്കുലം വിറ്റായാലും ഏതൊക്കെ സ്കൂളിൽ നടപ്പിലാക്കണം, ഈ രണ്ട് കാര്യവും തീരുമാനിക്കാനുള്ള അവകാശം സർക്കാരിനുണ്ടെന്നാണ് പറയുന്നത്. സർക്കാരിന് കരിക്കുലത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും സ്കൂളിൻ്റെ കാര്യത്തിലായിരുന്നാലും ഇതിലിപ്പോൾ അതൊന്നും പറയുന്നില്ല. അത് വായിച്ചു നോക്കാത്തതിൻ്റെ പ്രശ്നമാണ്. PM-ശ്രീയിൽ ഇപ്പം പറയുന്നത് നിങ്ങൾ സ്കൂളിൻ്റെ എണ്ണം കൊടുക്കണം, ഏതൊക്കെ സ്കൂളിൽ നിന്നുള്ള ലിസ്റ്റ് കൊടുക്കണം. അതാണ് ആദ്യം PM-ശ്രീ പ്രോജക്റ്റിൽ ചെയ്യേണ്ട കാര്യം. അത് കേരളം ചെയ്തിട്ടില്ല. പിന്നെ ഇനി വേറെ എന്താ? അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ശക്തമായ എതിർപ്പുമായി ഇടതുപക്ഷം മുന്നോട്ടുണ്ടാവും. ഉറപ്പല്ലേ? പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒരു കാരണവശാലും നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല. ഞങ്ങൾ പിന്നെ ലേബർ കോഡിന് എതിരാണ്. ഇത് ഇത്തരം ജനവിരുദ്ധ, തൊഴിലാളി വിരുദ്ധ, വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കെതിരെ വലിയ സമരം തന്നെ വരും. ഈ ഡൽഹിയിലൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണല്ലോ വലിയ സമരം നടന്നിട്ടുള്ളത്. ഇപ്പോൾ ജനങ്ങളിതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരാഴ്ചയിലൊരിക്കൽ ഓരോ അഭിപ്രായം പറഞ്ഞാൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എന്തായാലും ശക്തമായ സമരവുമായി ഈ വിഷയത്തിൽ മുന്നോട്ട് വരുമെന്നാണ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ക്യാമറാമാൻ സനോഷിനൊപ്പം രജീഷ് നരുക്കുനി, മീഡിയ 1, തിരുവനന്തപുരം.